ഇന്ന് കുഞ്ഞോട് ഫസ്റ്റ് നിങ്ങളെ ജീവിതത്തിൽ ഇതാണ്. ശൈലിയുടെയും ദ്രുതഗതിയിലുള്ള മാറ്റത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആവശ്യപ്പെടുന്ന പ്രതീക്ഷകളുടെ കടന്നുകയറ്റത്തിൻ്റെയും ഫലമായി രക്ഷാകർതൃത്വം വർദ്ധിച്ചു വരുന്ന വെല്ലുവിളിയായി മാറുകയാണ്. സ്ഫടികം പോലെ പരിശുദ്ധമാകേണ്ട നമ്മുടെ ബാല്യങ്ങളിൽ ചിലയിടങ്ങളിൽ പുള്ളിക്കുത്തുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. പീഡന ശ്രമത്തിനിടയിലുള്ള കൊലപാതകങ്ങളിൽ 13 വയസ്സുകാരനും 14 വയസ്സുകാരനും പ്രതികൾ, മോഷണ സംഘങ്ങളിൽ അംഗങ്ങളാകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ, മദ്യത്തിനും മയക്കുമരുന്നിനും കൊച്ചുകുട്ടികൾ പോലും അടിമകളാകുന്നു. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? ബന്ധങ്ങളും മൂല്യങ്ങളും ഒന്നും വകവയ്ക്കാതെ തിന്മയുടെ നീരാളിപ്പിടുത്തത്തിൽ കുടുങ്ങിപ്പോകുന്ന അവരെ രക്ഷിക്കാൻ ആർക്കാണ് കഴിയുക? തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത്. സമീപ ദശകങ്ങളിൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും വികസിച്ചു. അതിനനുസരിച്ച് മികച്ച ഒരു ട്രെയിനറുടെ പാരന്റിംഗ് കൗൺസിലിംഗ് കാലഘട്ടത്തിന്റെ ആവശ്യകതയായി ഉയർന്നു വന്നിട്ടുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സുൽത്താൻ ഗോൾഡിന്റെ സഹകരണത്തോടെ ഇന്ന് സെന്റ് മേരീസിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷിതാക്കൾക്കായുള്ള പരിശീലന പരിപാടിയായ ഡിയർ പാരന്റിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും സെന്റ് മേരീസിന്റെ മണ്ണിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഡിയർ പാരന്റ് രക്ഷിതാക്കൾക്കായുള്ള ബോധവൽക്കരണ പ്രോഗ്രാം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. सुबह सवेरे लेकर तेरा नाम प्रभु, करते हम शुरू आज का काम प्रभु. सुबह सवेरे लेकर तेरा नाम प्रभु, करते हम शुरू आज का काम प्रभु. शुद्ध भाव से तेरा ध्यान लगाए हम, विद्या का वरदान तुम्हीं से पाए हम. हाँ, विद्या का वरदान तुम्हीं से पाए हम. तुम्हीं से है आकाश तुम्हीं अंजाम प्रभु, करते हैं हम शुरू आज का काम प्रभु. सुबह सवेरे लेकर तेरा नाम प्रभु, करते हैं हम शुरू आज का काम प्रभु. करते हैं हम शुरू आज का काम प्रभु. അതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്രിജിറ്റ് അവകളെ സാദരം ക്ഷണിക്കുന്നു.
വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയിരിക്കുന്ന DYSP സുനിൽ സർ, അതുപോലെ തന്നെ PTA പ്രസിഡന്റ് മിസ്റ്റർ ഹക്കീം കുന്നേൽ, ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന സുൽത്താൻ ഗോൾഡ് കാഞ്ഞങ്ങാട് പ്രൊവിൻസ് മാനേജർ നിതിൻ സർ, ഇന്നത്തെ ഈ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുവാൻ വേണ്ടി സമയവും എല്ലാം നീക്കി വെച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന വേണുഗോപാൽ സർ, സ്റ്റാഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വേദിയിലായിരിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മിസ്, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എൻ്റെ കടമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം പറയുക എന്നതാണ്. എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഖ്യ അതിഥിയായ DYSP സുനിൽ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് മിസ്റ്റർ ഹക്കീം കുന്നേലാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ കുറിച്ച് എന്നോട് വന്ന് ഔദ്യോഗികമായിട്ട് സംസാരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ രക്ഷിതാക്കളെ പ്രബുദ്ധരാക്കുവാൻ വേണ്ടി നമ്മൾക്കൊരു ക്ലാസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഈ സമൂഹത്തിനുള്ള പ്രതിബദ്ധത എത്രമാത്രമെന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സുൽത്താൻ ഗോൾഡ്. അവരുടെ മാനേജ്മെന്റ് എടുത്ത തീരുമാനപ്രകാരമാണ് സെന്റ് മേരീസിൽ ഒരു ക്ലാസ് വേണമെന്ന് ഉള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചപ്പോൾ അതിനെ അനുധാവനം ചെയ്യുകയും വെൽക്കം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് കാരണഭൂതരായ സുൽത്താൻ ഗോൾഡിന്റെ മാനേജർ നിതിൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മിസ് വേദിയിലുണ്ട്. മിസ്സിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി പ്രിയ രക്ഷിതാക്കളെ, ടീച്ചേഴ്സ്, നിങ്ങളെ ഓരോരുത്തരെയുമാണ് ഒരിക്കൽ കൂടി വരാനിരിക്കുന്നവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അരുളിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് ശ്രീ ഹക്കീം കുന്നേൽ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനീയനായ കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ DYSP പ്രിയപ്പെട്ട ശ്രീ CK സുനിൽകുമാർ, ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്രിജിറ്റ്, ഈ പരിപാടിയുടെ സ്പോൺസർ ചെയ്ത സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ പ്രതിനിധി പ്രിയങ്കരനായ ശ്രീ നിതിൻ, ഇവിടെ ഡിയർ പാരന്റ് എന്ന വിഷയത്തിൽ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ വേണുമാഷ്, PTA സെക്രട്ടറി, സ്റ്റാഫ് സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ MB നിമ്മി മാം, മറ്റ് പ്രിയപ്പെട്ട അധ്യാപികമാരെ, പ്രിയങ്കരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സാഹചര്യത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗത്തിൽ പ്രിയപ്പെട്ട സിസ്റ്ററുടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ മക്കൾ എന്താവണം, എങ്ങനെയാവണം എന്ന് മാത്രം ആഗ്രഹിച്ചു മുമ്പോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു രക്ഷിതാവ് എങ്ങനെയാകണം എന്നതിനെ കുറിച്ചുകൂടി നാം ഓരോരുത്തരും ബോധവാന്മാരാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ ഇത് 125ഓളം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ട വേണുമാഷ്, അദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ ഒരുപാട് പറയേണ്ടതാണ്. ചുരുങ്ങിയ വാക്കുകളിലൊന്നും അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. കേരളത്തിൻ്റെ അകത്തും ഈ രാജ്യത്തിൻ്റെ അകത്തും വിദേശങ്ങളിലുമായി ഏകദേശം 2000ഓളം ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടും ഓരോ ക്ലാസ്സുകളും ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ്സിൽ പങ്കെടുത്താൽ അടുത്ത ക്ലാസ്സിൽ കൂടി പങ്കെടുക്കണം എന്നുള്ള തരത്തിൽ നമ്മുടെ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന തരത്തിൽ ഏറ്റവും നന്നായി, പക്ഷേ കാസർഗോഡിൽ മാത്രമല്ല മലബാറിൽ തന്നെ കേരളത്തിലാകമാനം JC പ്രസ്ഥാനത്തോട് JCI യൂണിറ്റ് ചേംബർ ഓഫ് ഇന്ത്യയിൽ അഭിമാനപൂർവ്വം ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ഒരു JCI പ്രോഡക്റ്റായി, പിന്നീട് ലയൺസ് ക്ലബിലായി,
അങ്ങനെ വളരെ നല്ല നിലയിൽ ക്ലാസ് എടുക്കുന്ന ശ്രീ വേണുമാഷിനെയാണ് ഇന്നിവിടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട ഉദ്ഘാടകനെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് ഓഫീസർ എന്നതിനപ്പുറത്ത് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഈ നാട്ടിൻ്റെ ചിത്തശക്തികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായിട്ടുള്ള ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കനായ ഡിവൈഎസ്പി ശ്രീ CK സുനിൽകുമാർ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. സമയപരിമിതി മൂലം ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. പ്രിയപ്പെട്ട സുൽത്താൻ ഗോൾഡിനോടുള്ള നിസ്സീമമായ നന്ദി. 125 സ്ഥാപനങ്ങളിൽ നടത്തി വളരെ ഫലപ്രദമായി വിജയിച്ച ആ ഒരു ക്ലാസ് ഞങ്ങളെ സ്കൂളിനെ കൂടി പരിഗണിച്ചുകൊണ്ടും ഈ സ്കൂളിൽ ഏറ്റവും മനോഹരമായി ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീ നിതിൻ ഉൾപ്പെടെയുള്ള സുൽത്താൻ ഗോൾഡിന്റെ റെപ്രസെന്റേറ്റീവ്സിനോട് ഈ സ്ഥാപനത്തിലുള്ള നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അഭിമാനപൂർവ്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാടിനെ മറ്റൊരു ദിശയിലേക്ക് തള്ളി വീടുന്നതിനെതിരെ ജാഗ്രതയോടുകൂടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നമ്മുടെ നാട്ടിൽ നിന്നും എന്നേക്കുമായി അത്തരം ദുഷ്പ്രവണതകളെ തുടച്ചു നീക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മുമ്പോട്ട് പോകുന്ന ഏറ്റവും പ്രിയങ്കരനായ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഡിവൈഎസ്പി, ഒരു ഡിവൈഎസ്പി എന്നതിനപ്പുറം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിറഞ്ഞ സാന്നിധ്യമായി നാളുകളിൽ ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരിരിക്കുന്ന ഒരു കസേരയിലേക്ക് കാസർഗോഡിന്റെ പൗരസമൂഹം ആഗ്രഹിക്കുന്ന പ്രിയങ്കരനായ ശ്രീ CK സുനിൽകുമാറിനെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നാടിന്റെ മനസ്സറിഞ്ഞ് വികാരം മനസ്സിലാക്കി മതരാഷ്ട്രീയത്തിന് അതീതമായി ക്രമസമാധാന പരിപാലന രംഗത്ത് വർഷങ്ങളായി കാസർഗോഡിന്റെ തുടിപ്പിനൊപ്പം സഞ്ചരിക്കുന്ന സൗമ്യമായ വ്യക്തിത്വത്തിനുടമയായ എന്നാൽ ഔദ്യോഗിക രംഗത്ത് നേരിലൊപ്പം നിൽക്കുന്ന കർക്കശക്കാരനായ ഉദ്യോഗസ്ഥൻ, ചെറുവത്തൂർ വിജയ ബാങ്ക് കവച, കാഞ്ഞങ്ങാട് രാജധാനി ജ്വല്ലറി കവച തുടങ്ങിയ ജില്ലയിലെ പ്രമാദമായ ഒട്ടനവധി കേസുകളുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ജില്ലയിലെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം. 106-ലധികം ഗുഡ് സർവീസ് എൻട്രി, രാഷ്ട്രപതി മെഡൽ, 3 തവണ സംസ്ഥാന പോലീസ് മേധാവിയുടെ അവാർഡ് എന്നിവ കരസ്ഥമാക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട കാസർഗോഡ് ഡിവൈഎസ്പി ശ്രീ CK സുനിൽകുമാർ സാറിനെ ഔപചാരികമായ ഉദ്ഘാടന പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹക്കീം കുന്നിൽ, സ്വാഗതം ആശംസിച്ച ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ, ഇന്ന് നിങ്ങളുടെ ക്ലാസ് എടുക്കാനായി സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രം വേണുമാഷ്, സുൽത്താൻ ജ്വല്ലറിയുടെ മാനേജർ നിതിൻ, നന്ദി പ്രകാശിപ്പിക്കാനായി ഇവിടെ സഹായിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി നിമ്മി, പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, അധ്യാപികമാരെ, രക്ഷാകർത്താക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം അടുത്ത കാലത്തായിട്ട് ഏത് സ്കൂളുകളിലും എന്ത് പരിപാടിക്ക് വിളിച്ചാലും മാക്സിമം ഞാനത് പോകാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് രക്ഷാകർത്താക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ അതിന് ഒരു പ്രത്യേക കാരണവുമുണ്ട്. സിസ്റ്റർ വാക്കുകളിൽ നിന്ന് നമുക്ക് എൻ്റെയും ഒരു സംസാരം തുടങ്ങാം. വരും, വരാതിരിക്കില്ല. ടീച്ചർ ആ വാക്കുകൾ പറഞ്ഞത് എത്രമാത്രം പ്രസക്തമാണ് എന്ന് കാലം നമ്മളെ തെളിയിക്കും. കാരണം 2.5 കൊല്ലം ബേക്കൽ സബ് ഡിവിഷൻ DYSP ആയിട്ട് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. പലതവണ സ്കൂളിൽ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സിസ്റ്ററുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി. ഇന്നലെ രാത്രി വേണുമാഷ് വിളിച്ചിട്ട് എന്നോട് 9:30ക്കാണ് ഈ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, മാഷ് എന്ത് സാഹസത്തിനാണ് മുതിരുന്നത് എന്ന്. കാരണം 9:30ക്ക് ഇങ്ങനെ ഒരു പരിപാടി വെക്കുമ്പോൾ എത്ര കണ്ട ആൾക്കാർ വരും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ശരിയായ ഒരു ധാരണയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വരുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. വിളിച്ചതിന് ശേഷം ഹക്കീം എന്നോട് പറഞ്ഞു കുറച്ച് സ്ലോ ആയി വന്നാൽ മതി. അപ്പോൾ തന്നെ മാഷ് ഹക്കീമിൻ്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഈ പ്രോഗ്രാം നമ്മൾ
ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ ഇളമ്പച്ചിയോ ഒക്കെ മുമ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വെക്കുകയാണെങ്കിൽ മിനിമം ഒരു 2000 ആൾക്കാർ അവിടെ സന്നിഹിതരാകും. അത് ഏത് സമയത്തായാലും. ഇത് എന്നോട് പറയുകയുണ്ടായി. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ഇതേ പ്രോഗ്രാം വെച്ചപ്പോൾ 1600 രക്ഷാകർത്താക്കന്മാർ അവിടെ സന്നിഹിതരായി. ഇന്നിവിടെ എത്ര പേര് വരും എന്ന് നമുക്ക് കാണാം. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ, കാസർഗോഡ് ഒരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി എത്ര നന്നായി അറേഞ്ച് ചെയ്താലും ഒരു 500 അതിൽ കൂടുതൽ നമ്മൾ ആളെ പ്രതീക്ഷിക്കണം. പിന്നീട് വീണ്ടും കുമ്പള ഭാഗത്ത് പോവുകയാണെങ്കിൽ അത് 200 ആകും. മഞ്ചേശ്വരത്താണെങ്കിൽ ഒരു 50 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഭാഗ്യം. പക്ഷെ അവിടെ സ്കൂളിലെ സ്ട്രെങ്ത് ആണെങ്കിൽ ഫുൾ സ്ട്രെങ്ത് ആണ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ജില്ലയിലെ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ചന്ദേര, നീലേശ്വരം, കാഞ്ഞങ്ങാട്. അതിങ്ങോട്ട് വരുന്നവരും കൂടി ഏറ്റവും കൂടുതൽ ക്രൈം പ്രോൺ ഏരിയ എന്ന് പറയുന്നത് മഞ്ചേശ്വരം, കുമ്പള പോലീസ് സ്റ്റേഷനാണ്. ഇനി വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുട്ടികളെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കാര്യം കൂടി നോക്കിയാലും അതും ഇതിനനുസരിച്ച് നമ്മൾ വടക്കേ അറ്റത്തെത്തുമ്പോൾ കൂടും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏകദേശം സുൽത്താൻ ജ്വല്ലറിൻ്റെ സ്പോൺസേർഡിൻ്റെ കീഴിൽ തന്നെ വേണുമാഷ ഏകദേശം 160ഓളം ക്ലാസ്സുകൾ വിവിധ സ്കൂളുകളിലായിട്ട് കാസർഗോഡ് ജില്ലയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങളോട് ഒന്നും കൂടി പറയുന്നത്, വരും, വരാതിരിക്കില്ല. കാരണം വരാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതലാണ് സ്ഥിതിവിശേഷം. ഭീകരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം കുറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിഭീകരമാണ്. അടുത്ത കാലത്ത് മഞ്ചേശ്വരത്തെ ഒരു വീട്ടിൽ നിന്നും 3.5 കിലോഗ്രാമോളം MDMA എന്ന സിന്തറ്റിക് ഡ്രഗ്സ് പിടിച്ചെടുത്തു. അത് കൂടാണ്ട് കൊക്കൈൻ, അങ്ങനെ വിവിധ വകഭേദങ്ങളിൽപ്പെട്ട ഏകദേശം 5ഓളം ഇനത്തിൽപ്പെട്ട മരുന്നുകൾ പിടിച്ചെടുത്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സാധനം അവിടെ എത്തിയിട്ട് 2 മാസമായി. 14 kg ആണ് അവിടെ എത്തിയത്. ഞങ്ങൾ പിടിക്കുമ്പോൾ 3.5 കിലോ മാത്രമേ ഉണ്ടായിട്ട് ബാക്കിയെല്ലാം വിറ്റുപോയി. ഈ 3.5 കിലോഗ്രാമിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 3.5 കോടി രൂപയാണ്. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ വിറ്റഴിച്ച ആ സാധനം, അതിന്റെ വില എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഉപയോഗിക്കാൻ ഈ ജില്ലയിൽ ആളുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ആൾക്കാരിൽ 100% 30 വയസ്സ് താഴെയുള്ളവരാണ്. നിങ്ങൾ ആലോചിക്കുക, എന്നാണ് നിങ്ങളുടെ വീടുകളിൽ ഇത് വരുന്നത് എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധിക്കില്ല. ആ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും പിടിവിട്ടിട്ടുണ്ടാകും. അപ്പോഴാണ് ഇത്തരം ക്ലാസ്സുകളിലെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരു നിയമ സംവിധാനമോ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനം നടപ്പിലാക്കേണ്ട ഏജൻസിയോ പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഏതൊരു വ്യക്തിയുടെയും രൂപാന്തരത്തിൽ പ്രധാനമായ സ്ഥാനം വഹിക്കുന്നത് എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെ. ഒരു കുടുംബത്തിൽ നിന്നാണ് നിങ്ങളും വളർന്നു വന്ന സാഹചര്യമല്ല എന്ന്, ഞാനും നിങ്ങളും ജീവിച്ചു വന്ന പരിസ്ഥിതിയല്ല എന്ന്. കാര്യങ്ങൾ ആകെ മാറിയിരിക്കുകയാണ്. എവിടെ വെച്ചാണ്, ഏത് നിമിഷമാണ് നിങ്ങളുടെ മക്കള് ഇത്തരം കെണിയിൽ പെടുക എന്നുള്ളത് നമുക്ക് പ്രവചനിക്കാൻ പറ്റില്ല. അപ്പൊ നിരന്തരമായ ജാഗ്രത മാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരം. എങ്ങനെ ആ ജാഗ്രത ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഒരു പക്ഷെ പണ്ട് നിങ്ങളൊക്കെ ജീവിച്ചിരുന്ന വ്യവസ്ഥയിൽ മാറിയിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? നമ്മളൊരു നല്ല രക്ഷാകർത്താവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയും. ആ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ കടക്കുന്നില്ല, കാരണം വളരെ വിശദമായിട്ട്, വളരെ ആധികാരികമായിട്ട് വേണുമാഷ് അത് പറഞ്ഞു തരും. എന്തുകൊണ്ടും ഈ ക്ലാസ് എടുക്കാൻ ഒരു പൂർണ്ണമായ ഒരു യോഗ്യനാണ് വേണുമാഷ്. കാരണം മികച്ചൊരു അധ്യാപകനാണ് അദ്ദേഹം, മികച്ചൊരു ട്രെയിനറാണ് അദ്ദേഹം, അതിലുപരി വിജയിച്ച ഒരു പാരന്റാണ് അദ്ദേഹം. ഞാൻ വളരെ സ്പെസിഫിക്കായി പറയുന്നു, വിജയിച്ച ഒരു പാരന്റാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്നുള്ളത് സ്വയം നിങ്ങൾ ആലോചിക്കുക. ഈ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്കതിന് ഉത്തരം കിട്ടും.
ആരാണ് വിജയിച്ച രക്ഷകർത്താവ് എന്ന് ക്ലാസിൻ്റെ അവസാനം നമുക്ക് മനസ്സിലാവും. കാരണം വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. പലപ്പോഴും കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ 12ഓളം കേസുകളാണ് കുമ്പളയും മഞ്ചേശ്വരവുമായിട്ട് എടുത്തത്. ഈ 12ഓളം കേസുകൾ എന്ന് പറയുന്നത് സ്കൂളുകളിലെ സീനിയറും, അതായത് +1ഉം +2ഉം അല്ലെങ്കിൽ 10th-ഉം 9th-ഉം ഉള്ള കുട്ടികൾ അടികൂടിയെടുത്ത കേസുകളാണ്. റോഡിൽ വെച്ചിട്ടാണ് അവരെ കുട്ടികൾ, സ്ത്രീകളാണ്, അതായത് പെൺകുട്ടികളടക്കം. മഞ്ചേശ്വരത്തെ ഒരു സ്കൂളിലെ റോഡിലാണ് പെൺകുട്ടികൾ തമ്മിൽ അടികൂടിയത്. ഞങ്ങൾ മുന്നേ കുമ്പളയിൽ നിന്ന് ഒരു 3 കുട്ടികളെ പിടിച്ചു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. അവരെ കയ്യിലുണ്ടായിരുന്നത് MDMA ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ യുവാക്കൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. ഇതൊരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റില്ല എന്നുള്ളത്. കള്ളുകുടിച്ച് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അതിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ആ പെരുമാറ്റത്തിലുണ്ടാവുന്ന സ്വഭാവത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് വളരെ സ്ലോ പോയ്സണിങ് ആണ്. 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നിങ്ങളത് ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേക്കും എല്ലാം കൈവിട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കാനോ പറയുന്നതല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. സത്യങ്ങൾ ആരെങ്കിലും തുറന്ന് പറയണം. സത്യങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു PTA മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മൾക്കാണ്, നമ്മുടെ കുട്ടികളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മൾക്കാണ്. നമ്മളാണ് അതിൻ്റെ ആത്യന്തികമായ നല്ലതും മോശവുമായ ഫലം അനുഭവിക്കാൻ പോകുന്നവർക്കാണ്. അതിലൊരു ചെറിയൊരു പങ്ക് മാത്രമേ അധ്യാപകന്മാർക്കും മറ്റുള്ള സംവിധാനങ്ങൾക്കും വഹിക്കാൻ പറ്റൂ. കാരണം ഒരു കുട്ടിയെ പ്രസവിച്ച് വളർത്തി വലുതാകുമ്പോൾ അവർ നമ്മുടെ കൈകളിലൂടെയാണ് വളരുന്നത്. അവർ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അവർ പോകുന്ന വഴികൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു പാരൻസായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളുടെ സമക്ഷത്തിൽ വെക്കാനുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനും ജീവിതത്തിൽ വിജയിച്ച രക്ഷാകർത്താക്കളായിട്ട് നിങ്ങൾക്ക് മാറുവാൻ ഈ ജഗത്തിന്റെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ടും ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും തിരക്കേറിയ സമയം ക്രമീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുഖ്യാതിഥി ശ്രീ സുനിൽകുമാർ സാറിന് സെന്റ് മേരീസിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്രിജിറ്റ് അവകളെയും ഉപഹാരം ഏറ്റുവാങ്ങാൻ സുനിൽകുമാർ സാറിനെയും ക്ഷണിക്കുന്നു. നാടിനെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയും സമൂഹത്തിലെ കുരുന്നുകളുടെ കലാവാസനകൾ വളർത്തുന്നതിന് വിവിധ ക്യാമ്പുകൾ നടത്തി അവരെ നാളെയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുകയും വനിതാ ദിനത്തിൽ നാടിന്റെ സമൂഹത്തിന്റെ സമ്പൂർണ്ണ വളർച്ചയ്ക്ക് കുടുംബത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി വനിതകളെ മാനസികമായി ശക്തരാക്കുകയും രക്തദാനം മഹാദാനം എന്നതിന്റെ മഹാത്മ്യം ഉൾക്കൊണ്ട് രക്തദാതാക്കളുടെ ക്ലബ്ബ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ സാമൂഹിക പ്രതിബദ്ധത വിളിച്ചോതുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സുൽത്താൻ ഗോൾഡ് ആണ് മാറിയ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ ഈ ഒരു ക്ലാസ് ഒരുക്കി തന്നിട്ടുള്ളത്. സുൽത്താൻ ഗോൾഡിനെ പ്രതിനിധീകരിച്ച് മുഖ്യാതിഥിയായി ശ്രീ നിതിൻ മനോഹർ സർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് ഔപചാരികമായ നന്ദി രേഖപ്പെടുത്താൻ സ്റ്റാഫ് സെക്രട്ടറി നിമി മിസ്സിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യാതിഥി കാസർഗോഡ് DYSP ശ്രീ CK സുനിൽകുമാർ സർ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മാറുന്ന ജീവിത സാഹചര്യത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുവാനും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പാരന്റിങ്ങിലേക്ക് വളരാനും നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ് നമുക്കിന്നിവിടെ ലഭിക്കാൻ പോകുന്നത്. നിങ്ങളിലെ രക്ഷിതാവിനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നതിന് എനിക്ക് ഒട്ടും തന്നെ സംശയമില്ല. വളരെ തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്നും സമയം ക്രമീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുഖ്യാതിഥി കാസർഗോഡ് DYSP ശ്രീ CK സുനിൽ സാറിന്
എൻ്റെ പേരിലും നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ് വളരെ മനോഹരമായി കൈകാര്യം ചെയ്യാനെത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ ട്രെയിനർ കൂടിയായ ശ്രീ വി വേണുഗോപാൽ സാറാണ്. അദ്ദേഹത്തിനും എൻ്റെ പേരിലും നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ആതുര സേവന രംഗത്തും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിലും വളരെയേറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സുൽത്താൻ ഗോൾഡ്. സുൽത്താൻ ഗോൾഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നത്. സുൽത്താൻ ഗോൾഡിനെ പ്രതിനിധീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ നിതിൻ മനോഹർ സാറാണ്. അദ്ദേഹത്തിനും നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ ഹക്കീം കുന്നിൽ സർ, അദ്ദേഹത്തിനും ഈ ഒരു അവസരത്തിൽ എൻ്റെ പേരിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്കൂളിലെ കുട്ടികളുടെ ഏതൊരു വളർച്ചയിലും അവരെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ അവരിൽ വളർത്തിയെടുക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയൊരു ക്ലാസ് നമുക്കൊരുക്കി തന്ന നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ ബ്രിജിറ്റ് പ്രിൻസിപ്പലിനും ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോ രക്ഷിതാക്കൾക്കും എൻ്റെ പേരിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വിദേശത്തും 1.5 ലക്ഷത്തിലധികം പേരെ പരിശീലിപ്പിക്കുകയും പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ലേബർ ഇന്ത്യ, സുൽത്താൻ ഗോൾഡ്, കോളേജിയൻ പയ്യന്നൂർ, ICDP തൃശൂർ, റേസ് കാലിക്കറ്റ്, ജലനിധി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി പ്രവർത്തിക്കുന്ന JCI ഇൻസ്റ്റിറ്റ്യൂട്ട് USA അന്താരാഷ്ട്ര പരിശീലകനായ ശ്രീ വി വേണുഗോപാൽ സാറാണ് ഡിയർ പാരന്റ്സ് സെഷൻ കൈകാര്യം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സെന്റ് മേരീസിലെ രക്ഷിതാക്കളോട് സംവദിക്കാൻ വേണുഗോപാൽ സാറിനെ ഹാർദമായി ക്ഷണിക്കുന്നു. സമയം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച സാറിന് വളരെയധികം നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് ഇതിൻ്റെ ഫോളോ അപ്പ് വേണമെന്നുണ്ട്. അത്
പിന്നീട് ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് അത് ലഭിക്കും. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്തര ബംഗ വിന്ധ്യ ഹിമാചല യമുന